എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 24-ാം മത്സരത്തിൽ അരങ്ങേറിയത് ആരെയും അമ്പരപ്പിക്കുന്ന നാടകീയ സംഭവങ്ങളാണ്. 196 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം അനായാസം മറികടന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ദയനീയമായി പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഈ നാണംകെട്ട തോൽവിക്ക് ശേഷം മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ യോശ പ്രകടനം ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ, ക്വിന്റൻ ഡീകോക്ക്, രോഹിത് ശർമ്മ, പ്രഭ് സിമ്രൻ എന്നിവരെക്കുറിച്ച് ഹാർദിക് നടത്തിയ പരാമർശങ്ങൾ കേട്ടാൽ നിങ്ങളും അമ്പരക്കും. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്ന ഈ വാശിയേറിയ പോരാട്ടത്തിൽ ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആ തീരുമാനത്തെ തുടക്കത്തിൽ തന്നെ മുംബൈ ബാറ്റർമാർ ചോദ്യം ചെയ്തു. ഓപ്പണർ റയാൻ റിക്കൾട്ടൺ വെറും 2 റൺസ് എടുത്ത് പെട്ടെന്ന് പുറത്തായത് മുംബൈയെ നേരിയ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ ക്വിന്റൻ ഡീകോക്ക് പഞ്ചാബ് ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറുകയായിരുന്നു. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച അദ്ദേഹം മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും ഷോട്ടുകൾ പായിച്ചു. വെറും 60 പന്തിൽ നിന്ന് 8 ഫോറുകളും 7 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 112 റൺസിന്റെ ഒരു ഐതിഹാസിക ഇന്നിംഗ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സൂര്യകുമാർ യാദവ് അക്കൗണ്ട് തുറക്കാതെ പുറത്തായെങ്കിലും നമൻദീർ 31 പന്തിൽ 50 റൺസെടുത്ത് ഡീകോക്കിന് മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 14 റൺസിനും ഷോഫെയ്ൻ റദർഫോർഡ് 1 റൺസിനും പുറത്തായി നിരാശപ്പെടുത്തിയെങ്കിലും വെറും 3 പന്തിൽ 8 റൺസെടുത്ത് തിലക് വർമ്മ ടീം സ്കോർ 198 കടത്തി. നിശ്ചിത 20 ഓവറിൽ 195 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് മുംബൈ പടുത്തുയർത്തിയത്. പഞ്ചാബിനായി അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 22 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ മാർക്കോ യാൻസനും യുസ്വേന്ദ്ര ചാഹലിനും ഓരോ വിക്കറ്റ് ലഭിച്ചു. എന്നാൽ 196 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ വിജയലക്ഷ്യം പിന്തുടരാനിറങ്ങിയ പഞ്ചാബ് കിങ്സ് തുടക്കം മുതൽ തന്നെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരുന്നു. പവർ പ്ലേയിൽ തന്നെ അവർ മുംബൈ ബൌളർമാർക്കുമേൽ ആധിപത്യം സ്ഥാപിച്ചു. ഓപ്പണർ പ്രിയാൻ ഷാര്യ 15 റൺസെടുത്ത് ദീപക് ചഹാറിനെ വിക്കറ്റ് നൽകി മടങ്ങിയെങ്കിലും മറുവശത്ത് പ്രഭ് സിമ്രൻ സിംഗ് ഒരു കൊടുങ്കാട്ടായി മാറുകയായിരുന്നു. 17 റൺസെടുത്ത കൂപ്പർ കൊണലി മികച്ച പിന്തുണ നൽകി. പിന്നീട് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പ്രഭ് സിമ്രനൊപ്പം ചേർന്നതോടെ മത്സരം പൂർണ്ണമായും മുംബൈയുടെ കൈകളിൽ നിന്നും വഴുതിമാറി. വെറും 38 പന്തിൽ 11 ഫോറുകളും 2 സിക്സറും അടക്കം 170 റൺസാണ് പ്രഭ് സിമ്രൻ അടിച്ചുകൂട്ടിയത്. മറുവശത്ത് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ച ശ്രേയസ് അയ്യർ 35 പന്തിൽ 66 റൺസ് നേടി. ഇരുവരും തമ്മിലുള്ള 100 റൺസിലധികം വരുന്ന കൂട്ടുകെട്ട് മത്സരത്തിന്റെ വിധി എഴുതിയിരുന്നു. ജസ്പ്രീത് ബുംറയെയും ഹാർദിക് പാണ്ഡ്യയെയും പോലുള്ള ഇതിഹാസ ബൌളർമാർ പോലും വിക്കറ്റ് വീഴ്ത്താൻ പാടുപെട്ടു. 15.3 ഓവറിൽ സ്കോർ 184-ൽ നിൽക്കെ ശ്രേയസ് അയ്യർ പുറത്തായെങ്കിലും വെറും 12 റൺസ് മാത്രം അകലെയുണ്ടായിരുന്ന വിജയം പഞ്ചാബ് അനായാസം സ്വന്തമാക്കി. ഈ നാണംകെട്ട തോൽവിക്ക് ശേഷം നടന്ന പ്രസന്റേഷൻ സെറമണിയിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ മുഖത്ത് കടുത്ത നിരാശയും ദേഷ്യവും പ്രകടമായിരുന്നു. 12 ഓവറിൽ 125 റൺസ് എന്ന അതിശക്തമായ നിലയിലുണ്ടായിരുന്ന ടീം 210 മുതൽ 220 റൺസ് വരെ നേടേണ്ട സ്ഥാനത്ത് തകർന്നടിഞ്ഞത് ഹാർദിക്കിന് അംഗീകരിക്കാനായില്ല. തങ്ങളുടെ ബാറ്റർമാർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും നിലയുറപ്പിച്ച താരങ്ങൾ അവസാനം വരെ കളിക്കണമെന്നും ഹാർദിക് തുറന്നടിച്ചു. തന്റെ ബൌളർമാരും പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പഞ്ചാബ് ബാറ്റർമാർക്ക് അവർ ധാരാളം അവസരങ്ങൾ നൽകിയെന്നും അദ്ദേഹം സമ്മതിച്ചു. പ്രഭ് സിമ്രന്റെയും ശ്രേയസ് അയ്യറിന്റെയും ബാറ്റിംഗിനെ പ്രശംസിച്ച ഹാർദിക് ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ കൂടി നടത്തി. സത്യം പറഞ്ഞാൽ ഇന്ന് രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും തങ്ങൾ ഈ മത്സരം തോൽക്കുമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രോഹിത് ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ പങ്കുവച്ച ഹാർദിക് ഒരു കളിക്കാരനെ മാത്രം ആശ്രയിക്കാനാവില്ലെന്നും വരും മത്സരങ്ങളിൽ ടീമിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചന നൽകിയുമാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഈ ഒറ്റ പ്രസ്താവനയിലൂടെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഹാർദിക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.